റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തിയെന്നാണ് അറിയുന്നത്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നറിയുന്നു. മധ്യ പാകിസ്ഥാനിലെ മുൾട്ടാനാണ് പ്രഭവ കേന്ദ്രം. ഐസൻ, എന്താണ് ഇതിന്റെ വിവരങ്ങൾ? പാകിസ്ഥാനിലെ മുൾട്ടാനിൽ ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 3:54 കൃത്യമായ സമയം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഭൂകമ്പമുണ്ടായത് 5.2 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി എന്ന് പാകിസ്ഥാന്റെ ഔദ്യോഗികമായ ഭൗമപഠന കേന്ദ്രം തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഭൂകമ്പത്തിൽ വലിയ ആൾനാശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എങ്കിലും ഭൂകമ്പം ഉണ്ടായിരിക്കുന്ന മുൾട്ടാനിലെ പ്രഭവ കേന്ദ്രം ഭൂമിക്കടിയിലേക്ക്, അതായത് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും താഴേക്ക് 150 കിലോമീറ്റർ ഉള്ള ഒരു പ്രദേശത്താണ്. സ്വാഭാവികമായും അതൊരു ശക്തമായ ഭൂകമ്പമായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 150 കിലോമീറ്ററോളം താഴെ എന്ന് പറയുമ്പോൾ അതിശക്തമായ ഭൂകമ്പമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. എങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മേഖലയിൽ പലതവണയായി ഇത്തരത്തിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ വൻതോതിലുള്ള ദുരന്ത പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒരു സംവിധാനമുണ്ട്. പ്രായോഗികമായെങ്കിലും അത്തരത്തിലുണ്ട് എന്നതുകൊണ്ട് വലിയ ആൾനാശത്തിനുള്ള സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും വിശദീകരണങ്ങളും ഇനിയും വരേണ്ടതുണ്ട്. 5.2 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ ഭൂകമ്പം തീർത്തും നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരു ഭൂകമ്പമല്ല, അല്ലെങ്കിൽ അതൊരു ചെറിയ തോതിലുള്ള ഭൂകമ്പമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് തന്നെയായാലും നിലവിലെ സൂചനകൾ അനുസരിച്ച് വലിയ ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ കൂടി അത്തരത്തിൽ പൂർണ്ണമായും സുരക്ഷിതമാണ് മേഖല എന്ന് പറയാവുന്ന ഒരു സാഹചര്യമില്ല. വൈദ്യുതി ബന്ധവും അതുപോലെ തന്നെ മറ്റു ടെലിഫോൺ കണക്ഷനുകളെല്ലാം തന്നെ നിശ്ചലമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായും ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വാർത്താവിനിമയ സംവിധാനങ്ങൾക്കുള്ള തകരാറെല്ലാം തന്നെ മേഖലയിൽ സംഭവിച്ചതുകൊണ്ട് തന്നെ വിശദാംശങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വിശദാംശങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഭൂകമ്പത്തിന്റെ തീവ്രതയും അത് ഏൽപ്പിച്ച സാമൂഹ്യ ആഘാതവും മനസ്സിലാക്കാനും സാധിക്കും. ശരി ഐസൻ.